എല്ലാവർക്കും മാക്സിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 ബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഫ്ലവർ എന്താണെന്ന് അറിയാം. എന്താണ് ഫ്ലവർ? ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനെയാണ് ഫ്ലവർ എന്ന് പറയുന്നത്. ഫ്ലവറിന്റെ സ്ട്രക്ചർ +1 ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഫ്ലവറിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാർട്സ്? ഏതൊക്കെയാണ്? പെറ്റൽസ് ഉണ്ട്, സെപ്പൽസ് ഉണ്ട്, ഫിലമെന്റ്, ആന്തർ, സ്റ്റൈൽ, സ്റ്റിഗ്മ, ഓവറി ഒക്കെയാണ് ഫ്ലവറിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാർട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്താണെന്ന് നോക്കാം. അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രീ ഫെർട്ടിലൈസേഷൻ ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഉണ്ട്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ആണ്. അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും അതിനകത്ത് നടക്കുന്ന പ്രോസസ്സും ഒക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യമേ നോക്കാം. ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ പ്ലാന്റ്സ് ലീഡ് ടു ഡെവലപ്മെന്റ് ഓഫ് എ ഫ്ലവർ. ഒരു ഫ്ലവർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ പ്ലാന്റ്സിനകത്ത് കുറച്ച് ഹോർമോണൽ ആയിട്ടുള്ളയും സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ സംഭവിക്കും. അങ്ങനെയാണ് ഒരു ഫ്ലവർ ഉണ്ടാകുന്നത്. ഇനി ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് എ വേൾ ഓഫ് സ്റ്റേമൻസ് റെപ്രസെന്റ് ദ മെയിൽ സെക്സ് ഓർഗൻ. അതായത് ആൻഡ്രീഷ്യത്തിനകത്ത് സ്റ്റേമൻസ് ഉണ്ട്. ആ സ്റ്റേമൻസ് ആണ് മെയിൽ സെക്സ് ഓർഗൻ ഓഫ് എ പ്ലാന്റിന്റെ മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ആൻഡ്രീഷ്യത്തിലെ സ്റ്റേമൻസ് ആണ്. അല്ലെങ്കിൽ ആൻഡ്രീഷ്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെയിൽ സെക്സ് ഓർഗൻ ഓഫ് എ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇനി ഗൈനീഷ്യം റെപ്രസെന്റ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. പ്ലാന്റ്സിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെയാണ് എന്തെന്ന് പറയുന്നത്? ഗൈനീഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ ആൻഡ്രീഷ്യം ഗൈനീഷ്യം ആണ് പഠിച്ചത്. അത് എന്താണെന്ന് ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലായിരിക്കണം. എന്താണ് ആൻഡ്രീഷ്യം? മെയിൽ സെക്സ് ഓർഗൻ ആണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഇനി അടുത്ത നമുക്ക് സ്റ്റേമൻ എന്താണ്, മൈക്രോസ്പൊറാഞ്ചി എന്താണ്, പോളൻ ഗ്രെയിൻ എന്താണെന്ന് നോക്കാം. The typical stamen consists of two parts, long and slender stalk called filament and the terminal bilobed structure called anther. അതായത് ഒരു സ്റ്റേമനകത്ത് രണ്ട് പാർട്ട് ഉണ്ട്. ഒരു ഫിലമെന്റ്, ഒരു തണ്ട് പോലെ നീണ്ട ഒരു ഫിലമെന്റും ഉണ്ട്, പിന്നെ ഒരു രണ്ട് ലോബുള്ള സ്ട്രക്ചറായ ആന്തറും ഉണ്ട്. അപ്പം സ്റ്റേമനകത്ത് എന്തുണ്ട്? ഒരു ഫിലമെന്റും ഉണ്ട്, പിന്നെ ആന്തറും ഉണ്ട്. അതാണ് സ്റ്റേമൻ. സ്റ്റേമൻ കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്, എ ഫിലമെന്റ് ആൻഡ് ആന്തർ, എ ബൈലോബ്ഡ് സ്ട്രക്ചർ ആന്തർ. ഇനി എ ടിപ്പിക്കൽ ആൻജിയോസ്പേം ആന്തർ ഈസ് ബൈലോബ്ഡ്. ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ആൻജിയോസ്പേമിന്റെ ആന്തർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൈലോബ്ഡ് ആയിരിക്കും. ഒരു ആൻജിയോസ്പേമിന്റെ, ഒരു സാധാരണ കാണപ്പെടുന്ന ഒരു ആൻജിയോസ്പേമിന്റെ ആന്തർ എന്ന് പറയുന്നത് രണ്ട് ലോബുള്ളതായിരിക്കും. ഈച്ച് ലോബ് ഹാവ് ടു തീക്ക. ഓരോ ലോബിന് രണ്ട് തീക്ക കാണും. തീക്ക എന്ന് പറഞ്ഞാൽ രണ്ട് സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് അതിനെ ഡൈത്തീക്കസ് എന്ന് പറയും. എന്തെന്ന് പറയും? ഡൈത്തീക്കസ് എന്ന് പറയും. ഈച്ച് ആന്തർ കൺസിസ്റ്റ് 4 മൈക്രോസ്പൊറാഞ്ചിയ ലൊക്കേറ്റഡ് അറ്റ് ദ കോർണേഴ്സ്. ഓരോ ആന്തറിനകത്തും 4 മൈക്രോസ്പൊറാഞ്ചിയ കോർണേഴ്സിലായിട്ട് കാണപ്പെടുന്നു. 2 ഇൻ ഈച്ച് ലോബ്. അതായത് ഒരു ലോബിൽ 2 വെച്ച് മൊത്തം 2 ലോബിലായിട്ട് 4 മൈക്രോസ്പൊറാഞ്ചിയ കാണപ്പെടുന്നു. Microsporangia become pollen sacs and are packed with pollen grains. ഈ മൈക്രോസ്പൊറാഞ്ചിയ ആണ് പിന്നീട് പോളൻ സാക്ക് ആയിട്ട് മാറുന്നതും അതിനകത്ത് പോളൻ ഗ്രെയിൻസ് ഒക്കുപ്പൈ ചെയ്യുന്നതും ഏതാണ്? മൈക്രോസ്പൊറാഞ്ചിയ ആണ്. അപ്പൊ മൈക്രോസ്പൊറാഞ്ചിയ പോളൻ ഗ്രെയിൻസിന് ഇരിക്കാനായിട്ടുള്ള പോളൻ സാക്സ് ആയിട്ട് മാറുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയ. മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം സറൗണ്ടഡ് ബൈ 4 വാൾ ലെയേഴ്സ്. അതായത് ഒരു മൈക്രോസ്പൊറാഞ്ചിയം 4 ലെയറായി ചുറ്റപ്പെട്ടിരിക്കുന്നു. അതേതൊക്കെയാണ് ആ 4 ലെയർ? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ ആൻഡ് ടപ്പേറ്റം. ഏതൊക്കെയാണ് 4 ലെയർ? എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ ആൻഡ് ടപ്പേറ്റം. ഈ 4 ലെയർ കൊണ്ടാണ് മൈക്രോസ്പൊറാഞ്ചിയ സറൗണ്ടഡ് ആയിട്ടുള്ളത്. ദ ഇന്നർമോസ്റ്റ് ലെയർ ഈസ് ടപ്പേറ്റം. ഏറ്റവും അകത്തുള്ള ലെയറിനെയാണ് നമ്മൾ
ടപ്പേറ്റം എന്ന് പറയുന്നത്, വിച്ച് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം. അതിൽ ഒരുപാട് ന്യൂക്ലിയസ് കാണപ്പെടുന്നു, വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം, ഒരുപാട് സൈറ്റോപ്ലാസം അതിൽ കാണപ്പെടുന്നു. ഇറ്റ് നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. അപ്പൊ നമുക്ക് ഈ പോളൻ ഗ്രെയിൻ ഇരിക്കാനുള്ള പോളൻ സാക്ക് ആണ് ഈ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആ ടപ്പേറ്റ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആയ ടപ്പേറ്റ എന്ന് പറയുന്നത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പൊ അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻസ്, പുതിയതായിട്ട് പ്രൊഡ്യൂസ് ആവുന്ന പോളൻ ഗ്രെയിൻസിനെ നറിഷ് ചെയ്യാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നു? ഈ ടപ്പേറ്റം ഹെൽപ്പ് ചെയ്യുന്നു. The centers of each microsporangium contain homogeneous cell called sporogenous tissues. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെയും നടുക്കുള്ള ഭാഗത്ത് ഹോമോജീനിയസ് സെല്ല് കാണപ്പെടുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പോറോജീനസ് ടിഷ്യൂസ്. സ്പോറോജീനസ് ടിഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെയും നടുക്കുള്ള ഹോമോജീനിയസ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പോറോജീനിയസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. മൈക്രോസ്പോറോജെനിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന മൈക്രോസ്പോറോജെനിസിസ്. The process of formation of microspores from pollen mother cell through meiosis is called microsporogenesis. അതായത് മൈക്രോസ്പോറ് അതിൻ്റെ പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോസിസ് വഴി ഫോം ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോസ്പോറോജെനിസിസ്. മൈക്രോസ്പോറിന്റെ ഫോർമേഷൻ ഏതിൽ നിന്ന്? അതിൻ്റെ പോളൻ മദർ സെല്ലിൽ നിന്ന് മൈക്രോ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് പ്രോസസ് വഴി? മൈറ്റോസിസ്, മിയോസിസ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ മിയോസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോസ്പോറോജെനിസിസ്. മിയോസിസിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു മെയിൽ ഗമേറ്റ് ഒരു ഫീമെയിൽ ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ആ മിയോസിസ് വഴി ഒരു പുതിയ മൈക്രോസ്പോർ ഉണ്ടാകുന്നതിനെയാണ് എന്ത് പ്രോസസ് എന്ന് പറയും? മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയും. The sporogenous tissue of microsporangium differentiated into microspore mother cell or pollen mother cell. ഈ സ്പോറോജീനിയസ് ടിഷ്യൂ, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് സ്പോറോജീനിയസ് ടിഷ്യൂസ് ഉണ്ട്. ആ ടിഷ്യൂസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എന്തെന്ന് പറയാം? മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ എന്ന് വിളിക്കാം അതിനെ. ഈച്ച് മൈക്രോസ്പോർ മദർ സെൽ അണ്ടർഗോ മിയോസിസ്. ഓരോ മദർ സെല്ല് മിയോസിസിന് വിധേയമാകും. ആൻഡ് ഗീവ് റൈസ് ടു ഹാപ്ലോയിഡ് മൈക്രോസ്പോർ ടെട്രാഡ്. അത് പിന്നെ പുതിയതായിട്ട് ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോർ ടെട്രാഡിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഓൺ ഡീഹൈഡ്രേഷൻ മൈക്രോസ്പോർ ടെട്രാഡ് ഡിസോസിയേറ്റഡ് ടു ഫോം 4 മൈക്രോസ്പോർസ്. അപ്പൊ ഡീഹൈഡ്രേഷൻ, അതിൽ നിന്ന് വെള്ളമെല്ലാം മാറിക്കഴിയുമ്പോഴത്തേക്കും ആ മൈക്രോസ്പോർ ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറും? മൈക്രോസ്പോർ ആയിട്ട് മാറും. ഈച്ച് മൈക്രോസ്പോർ ഡെവലപ്ഡ് ഇൻ ടു എ പോളൻ ഗ്രെയിൻ. ഓരോ മൈക്രോസ്പോറും ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറും. അപ്പം നമ്മൾ ഇവിടെ പഠിച്ച മൈക്രോസ്പോറോജെനിസിസ്, എങ്ങനെയാണ് ഒരു പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മൈക്രോസ്പോർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മളിപ്പം പഠിച്ചത്. അപ്പം നമുക്ക് മൈക്രോസ്പോറോജെനിസിസ് എങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പറയാം? അതായത് ഒരു മൈക്രോസ്പോർ പോളൻ മദർ സെല്ലിൽ നിന്ന് മിയോസിസ് വഴി ഫോം ചെയ്യുന്നു. അതിനകത്തുള്ള സ്പോറോജീനിയസ് ടിഷ്യൂ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ ഒരു പോളൻ മദർ സെൽ ഉണ്ടാകുന്നു. ആ പോളൻ മദർ സെല്ല് മിയോസിസിന് വിധേയമായിട്ട് ഒരു ഹാപ്ലോയിഡ് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാകുന്നു. പിന്നെ ഒരു ഡീഹൈഡ്രേഷൻ, ആ മൈക്രോസ്പോർ ടെട്രാഡിന് ഡീഹൈഡ്രേഷൻ സംഭവിച്ച് മൈക്രോസ്പോർ 4 മൈക്രോസ്പോർ ഉണ്ടാകുന്നു. പിന്നെ ആ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറുന്നു? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പോളൻ ഗ്രെയിൻ എങ്ങനെയാണ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ഇപ്പം പഠിച്ചത്. ഇനി നമുക്ക് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ ഒക്കെ പഠിക്കാം. പോളൻ ഗ്രെയിൻ റെപ്രസെന്റ്സ് ദ മെയിൽ ഗമേറ്റോഫൈറ്റ്സ്. അതായത് പ്ലാന്റ്സിന്റെ മെയിൽ ഗമേറ്റോഫൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്ഫെറിക്കൽ ആൻഡ് മെഷറിംഗ് അബൌട്ട് 25 to 50 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. അത് സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും. അതിന് ഏകദേശം 25 തൊട്ട് 50 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉണ്ടായിരിക്കും.
ഇറ്റ് ഈസ് കവേർഡ് ബൈ 2 layers. പോളൻ ഗ്രെയിൻസിന് 2 ലെയർ ഉണ്ട്. ഏതൊക്കെയാണ് ആ 2 ലെയർ? ദ ഹാർഡ് ഔട്ടർ ലെയർ ഈസ് കാൾഡ് എക്സൈൻ ആൻഡ് ദി ഇന്നർ ലെയർ ഈസ് കാൾഡ് ഇൻഡെയിൻ. 2 ലെയർ ഉണ്ട്, ഒന്ന് എക്സൈനും ഇൻഡെയിനും. ഏറ്റവും പുറത്തുള്ള ലെയറിനെയാണ് എക്സൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളനിൻ. അത് ആ പുറത്തുള്ള എക്സൈൻ ലെയർ എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? സ്പോറോപൊളനിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. which is one of the most resistant organic materials known. It can withstand high temperature and strong acids and alkali. No enzyme can degrade sporopollenin is so far known. അതായത് സ്പോറോപൊളനിൻ എന്ന് പറയുന്നത് ആസിഡിനെ ആൽക്കലിയൊക്കെ കരുത്ത് നിൽക്കാൻ ശേഷിയുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയൽ ആണ്. അത് നശിപ്പിക്കത്തക്ക വണ്ണമുള്ള ഒരു എൻസൈമിനെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ഏറ്റവും പുറത്തുള്ള ലെയറിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പോറോപൊളനിൻ എന്ന് പറയുന്നത്. അതിന് എത്ര ഹൈ ടെമ്പറേച്ചറും സ്ട്രോങ് ആസിഡ് ആൽക്കലി കണ്ടീഷനിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ഒരു ശേഷിയുണ്ട്. ദി എക്സൈൻ ഹാസ് prominent aperture called germ pore where sporopollenin is absent. ഈ എക്സൈൻ്റെ പുറത്ത് ചെറിയ ചെറിയ ഹോൾസ് പോലുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമുക്ക് germ pore എന്ന് വിളിക്കാം. where sporopollenin is absent. നേരത്തെ പറഞ്ഞ ആ ഓർഗാനിക് മെറ്റീരിയൽ ആയ സ്പോറോപൊളനിൻ അവിടെ ആബ്സെന്റ് ആയിരിക്കും. ഇനി ദ ഇന്നർ വാൾ ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് കാൾഡ് ഇൻഡൈൻ. പോളൻ ഗ്രെയിൻ്റെ അകത്തുള്ള പാർട്ടിനെയാണ് നമ്മൾ ഇൻഡൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് തിൻ ആൻഡ് എ കണ്ടിന്യൂസ് ലെയർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അതെന്ന് പറയുന്ന കനം കുറഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അത് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പം പോളൻ ഗ്രെയിൻ്റെ അകത്തുള്ള ഇന്നർ വാള് എന്തുകൊണ്ടാണ് ഇന്നർ വാളിനെ ഇൻഡൈൻ എന്ന് വിളിക്കുന്നു? അത് തിന്നാണ്, ഒരു കണ്ടിന്യൂസ് ലെയർ ആണ്. അത് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓൺ മെച്യൂരിറ്റി ദ പോളൻ ഗ്രെയിൻ കണ്ടെയ്ൻസ് 2 cells. അതായത് പോളൻ ഗ്രെയിൻ മെച്യൂർ ആയി കഴിയുമ്പോൾ അതിനകത്ത് 2 cells ഉണ്ടായിരിക്കുന്നതാണ്. ദ വെജിറ്റേറ്റീവ് സെൽ ആൻഡ് ദ ജനറേറ്റീവ് സെൽ. അതിനകത്ത് ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലും മറ്റേത് ജനറേറ്റീവ് സെൽ. അപ്പോൾ പോളൻ ഗ്രെയിൻസ് മെച്യൂർ ആയി കഴിയുമ്പോൾ അതിനകത്ത് 2 cells ഫോം ചെയ്യും. ഒന്ന് വെജിറ്റേറ്റീവ് സെല്ലും ഒന്ന് ജനറേറ്റീവ് സെല്ലും. The vegetative cell is bigger, has abundant food reserve and a large irregularly shaped nucleus. Vegetative cell എന്ന് പറയുന്നത് വലുതായിരിക്കും, അതിനകത്ത് വലിയ ഒരു ഫുഡിന്റെ ശേഖരണം ഉണ്ടായിരിക്കും. ആൻഡ് എ ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്. വലിയ ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ന്യൂക്ലിയസും കാണും. അപ്പൊ പോളൻ ഗ്രെയിനകത്ത് 2 സെൽസ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നത് വലുതാണ്, അതിനകത്ത് ലാർജ് ഫുഡ് റിസർവ് ഉണ്ട്, പിന്നെ ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസും ഉണ്ട്. ഇനി ദ ജനറേറ്റീവ് സെൽ ഈസ് സ്മോൾ ആൻഡ് ഫ്ലോട്ട്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ. ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത് ചെറുതാണ്, അത് സൈറ്റോപ്ലാസം ഈ വെജിറ്റേറ്റീവ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. In 60% of angiosperm, the pollen grains are shed at this 2-celled stage. ഒരു 60% ആൻജിയോസ്പേമിലും പോളൻ ഗ്രെയിൻസ് ആ ഒരു മെച്യൂരിറ്റി എത്തി ആ 2 സെല്ല് അതിനകത്ത് ഫോം ആയി കഴിയുമ്പോൾ തന്നെ പോളൻ ഗ്രെയിൻസ് കൊഴിഞ്ഞു പോവുകയാണ് പതിവ്. In others, the generative cell divides mitotically to form 2 male gametes before the pollen grains are shed. ഇനി വേറെ ഇത് 60% ആൻജിയോസ്പേംസിലാണ് പോളൻ ഗ്രെയിൻസ് ആ 2 സെല്ലാകുന്ന സ്റ്റേജിൽ പൊഴിഞ്ഞു പോകുന്നത്. ഇനി ബാക്കിയുള്ളതിനകത്തോ in others, the generative cell divides mitotically. ആ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ജനറേറ്റീവ് സെൽസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ 2 മെയിൽ ഗമേറ്റ് ഫോം ചെയ്യും. അതായത് ആ പോളൻ ഗ്രെയിൻ ഷെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനകത്തുള്ള ജനറേറ്റീവ് സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് പിന്നെ 2 മെയിൽ ഗമേറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ്. പോളൻ ഗ്രെയിന് റിലീസ് ആവുന്നത് എത്ര നാൾ കൊണ്ടാണ്, അതിനകത്ത് എന്തൊക്കെ ടൈപ്പ് സെല്ലുണ്ടെന്നൊക്കെയാണ് ഇത്രയും നേരം നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇനി അടുത്ത നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
Pollen grain may cause severe allergy and bronchial afflictions. Pollen grains ചിലർക്ക് അലർജി ഉണ്ടാക്കും അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസിന്റെ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കും. It may cause chronic respiratory disorders. അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകും ആര് പോളൻ ഗ്രെയിൻസ്. ആസ്മ, ബ്രോങ്കൈറ്റിസ് എക്സെട്ര. ഈ ക്രോണിക് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ആസ്മ, ബ്രോങ്കൈറ്റിസ്. അപ്പൊ ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക് പോളൻ ഗ്രെയിൻസ് ഒരു കാരണമാകുന്നു. Pollen grain of Parthenium or carrot grass causes pollen allergy. അതായത് പാർത്തീനിയ അല്ലെങ്കിൽ കാരറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്ലാന്റ് സ്പീഷീസ് ആണ്. അതിൻ്റെയൊക്കെ പോളൻ ഗ്രെയിൻസ് അലർജിക്ക് കാരണമാകാറുണ്ട്. Pollen grains are rich in nutrients, hence used as pollen tablet for food supplements. Pollen grains nutrients അതിൽ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്, അതായത് ഹൈ ന്യൂട്രിയൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പോളൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പോളൻ കൺസംഷൻ ഇൻക്രീസ് പെർഫോമൻസ് ഓഫ് അത്ലറ്റ്സ് ആൻഡ് റേസ് ഹോഴ്സസ്. പോളൻ ഗ്രെയിൻസ് അത്ലറ്റിക്സിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. അതേപോലെ റേസ് ഹോഴ്സ്, ഈ കുതിരപ്പന്തയത്തിനൊക്കെ കൊണ്ടുപോകുന്ന കുതിരയ്ക്കുള്ള പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും പോളൻ ഗ്രെയിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. After shedding, the viability depends on temperature and humidity. പോളൻ ഗ്രെയിൻസ് ഫ്ലവറിൽ നിന്ന് പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ വയബിലിറ്റി മീൻസ് എത്ര നേരം ആക്റ്റീവായിട്ട് നിലനിൽക്കും എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ടെമ്പറേച്ചറിനെയും ഹ്യൂമിഡിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ ഷെഡ് ചെയ്യുന്ന സ്ഥലത്തുള്ള ടെമ്പറേച്ചറിനെയും അവിടെയുള്ള ഹ്യൂമിഡിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. In wheat and rice, the pollen grain lose viability within 30 minutes of their release. വീറ്റിലും റൈസിലും പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി, കപ്പാസിറ്റി ഓഫ് ആക്റ്റീവ്നെസ് ഒരു 30 മിനിറ്റ് കൊണ്ട് ഇല്ലാതാകുന്നു. 30 മിനിറ്റ് വരെ പോളൻ ഗ്രെയിൻസ് ആക്റ്റീവായിട്ട് നിൽക്കും. ഏതിൻ്റെയൊക്കെ? വീറ്റിന്റെയും റൈസിന്റെയും. In Rosaceae, Leguminaceae, Solanaceae, they remain viable for months. ഈ 3 സ്പീഷീസിൽ ലെഗൂമിനസ് പ്ലാന്റ്സ്, റോസേസിയസ്, സോളനേസിയായ അതിനകത്തൊക്കെ പോളൻ ഗ്രെയിൻസ് വളരും, മാസങ്ങളോളം നിലനിൽക്കും. ഇനി പോളൻ ഗ്രെയിൻ ക്യാൻ ബി പ്രിസർവ്ഡ് ഫോർ ഇയേഴ്സ് ഇൻ ലിക്വിഡ് നൈട്രജൻ. പോളൻ ഗ്രെയിൻസിനെ നമുക്ക് വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും. ഏതിനകത്ത് ഇട്ട് സൂക്ഷിച്ചാൽ? ലിക്വിഡ് നൈട്രജനകത്താക്കി സൂക്ഷിച്ചാൽ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? -196 ഡിഗ്രി സെൽഷ്യസ് ആണ് ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചർ. അപ്പൊ ആ ലിക്വിഡ് നൈട്രജനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് പോളൻ ഗ്രെയിൻസിനെ വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും നേരം നമ്മൾ ആൻഡ്രീഷ്യത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ദി പ്ലാന്റ് ഫ്ലവർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഗൈനീഷ്യമാണ്. ഗൈനീഷ്യം എന്താണ്? ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. Female reproductive part of the flower include pistil, megasporangium and embryo sac. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനകത്തുള്ളതാണ് ഏതൊക്കെ? പിസ്റ്റില്, മെഗാസ്പൊറാഞ്ചിയവും പിന്നെ എംബ്രിയോ സാക്കും. അപ്പൊ ആൻഡ്രീഷ്യത്തിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? സ്റ്റേമൻ, മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പോളൻ ഗ്രെയിൻസ്. ഇത് ഇത്രയായിരുന്നു ആൻഡ്രീഷ്യത്തിൽ പറഞ്ഞത്. അപ്പൊ ഇതിനകത്തുള്ള ഏതൊക്കെയാണ്? പിസ്റ്റിൽ, മെഗാസ്പൊറാഞ്ചിയം ആൻഡ് എംബ്രിയോ സാക്ക്. അപ്പൊ നമുക്ക് ഗൈനീഷ്യ എന്താണെന്ന് നോക്കാം. ദ ഗൈനീഷ്യ റെപ്രസെന്റ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഫ്ലവറിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. ദ ഗൈനീഷ്യം മേ കണ്ടെയ്ൻ സിംഗിൾ പിസ്റ്റിൽ. ഈ ഗൈനീഷ്യത്തിനകത്ത് സിംഗിൾ പിസ്റ്റിൽ ഉണ്ടായി, അതായത് ഒരു പിസ്റ്റിൽ മാത്രം ഉള്ളതിനെ മോണോകാർപ്പിലറി എന്ന് പറയും. സിംഗിൾ പിസ്റ്റിൽ ഉള്ളതിന് മോണോകാർപ്പിലറി എന്ന് പറയും. ഓർ മേ ഹാവ് മോർ ദാൻ 1 പിസ്റ്റിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പിസ്റ്റിൽ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ മൾട്ടി കാർപ്പിലറി എന്ന് പറയും. ഇനി ഫ്യൂസ്ഡ് പിസ്റ്റിൽസ് ആർ കാൾഡ് സിങ്കാർപ്പസ്. ഇനി ഈ പിസ്റ്റിൽ എല്ലാം ഫ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫോം ഉണ്ട്, അതിനെ നമ്മൾ എന്തെന്ന് പറയും? സിങ്കാർപ്പസ് എന്ന് പറയും. ആൻഡ് ഫ്രീ പിസ്റ്റിൽസ് ആർ കാൾഡ് എപ്പോകാർപ്പസ്. ഫ്യൂസ് ചെയ്ത് പിസ്റ്റിലുള്ള ഫ്ലവേഴ്സിനെ സിങ്കാർപ്പസ് ഫ്ലവേഴ്സ് എന്ന് പറയും. ഇനി ഫ്രീ പിസ്റ്റിലുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? എപ്പോകാർപ്പസ് എന്ന് പറയും. ഈച്ച് പിസ്റ്റിൽ ഹാസ് 3 പാർട്സ്, സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഓരോ പിസ്റ്റിലിന് 3 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. അത് നമുക്കറിയാം. ചെമ്പരത്തി പൂവിനകത്ത് ആ വെൽവെറ്റ് ഒരു 4 നീളത്തിൽ വന്നിട്ട് ഒരു 4 വെൽവെറ്റിന്റെ സ്ട്രക്ചർ കാണും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റിഗ്മ എന്ന് പറയും. ഇനി അത് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് പോകുന്ന ആ പാർട്ടിനെ സ്റ്റൈൽ എന്ന് പറയും. ഇനി ഏറ്റവും താഴെയുള്ള കുറച്ച് ബൾബി പോർഷനെ നമ്മൾ എന്തെന്ന് പറയും? ഓവറി എന്ന് പറയും.
അപ്പം നിങ്ങൾക്ക് ആ ചെമ്പരത്തി പൂ എടുത്ത് എക്സാമിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും പ്ലാന്റ്സിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന്. അപ്പൊ ആ പിസ്റ്റിലിന് 3 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റിഗ്മ, സ്റ്റൈല ആൻഡ് ഓവറി. ഇൻസൈഡ് ദ ഓവറി ഇസ് ദ ഒവേറിയൻ ക്യാവിറ്റി. ഈ ഓവറിക്കകത്ത് ഒവേറിയൻ ക്യാവിറ്റി ഉണ്ട്. അതിനെ നമ്മൾ ലോക്യൂൾ എന്ന് വിളിക്കും. എന്തെന്ന് പറയും? ലോക്യൂൾ എന്ന് പറയും. The placenta locate inside the ovarian cavity. ഈ ovarian cavityയുടെ അകത്താണ് പ്ലാസെന്റ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മെഗാസ്പൊറാഞ്ചിയ ഓർ ഓവ്യൂൾസ് arise from the placenta. ഇനി ഓവ്യൂൾസ് അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ പ്ലാസെന്റയുടെ അകത്താണ് മെഗാസ്പൊറാഞ്ചിയ ഓവ്യൂൾസ് ഫോം ചെയ്യുന്നത്. ദ നമ്പർ ഓഫ് ഓവ്യൂൾസ് ഇൻസൈഡ് ദ ഓവറി മേ ബി സിംഗിൾ ഓർ മെനി. ചിലപ്പോൾ ഈ ഓവറിക്കകത്ത് ഒരുപാട് ഓവ്യൂൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരൊറ്റ ഓവ്യൂൾ മാത്രമായിരിക്കും. അപ്പൊ ഇതെത്രയാണ് പ്ലാന്റ്സിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനകത്ത് പറയാനുള്ളത്. അപ്പൊ അതിനകത്ത് 3 എണ്ണം ഉണ്ട്. പിസ്റ്റിൽ, മെഗാസ്പൊറാഞ്ചിയ ആൻഡ് എംബ്രിയോ. ഇനി ഈ പിസ്റ്റിൽ തന്നെ സ്റ്റൈൽ, സ്റ്റിഗ്മ ആൻഡ് ഓവറി. ഓവറി ഡെവലപ്പ് ചെയ്താണ് എന്താകുന്നത്? ഫ്രൂട്ട് ആകുന്നത്. ഈ ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്താണ് സീഡ്സ് ആകുന്നത്. അത് ഇനി നമ്മൾ വരുന്ന പോർഷൻസിൽ പഠിക്കുന്നതാണ്. അടുത്തത് നമ്മൾ ഒവ്യൂൾ എന്താണെന്ന് നോക്കാം. ഈ ഒവ്യൂളിനെയാണ് എന്തെന്ന് പറയുന്നത്? മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. ഒവ്യൂളിനെയാണ് മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. Ovule is a small structure attached to the placenta of a locule with a stalk called funicle. Ovule എന്ന് പറയുന്നത് ഒരു വെറും സ്മോൾ സ്ട്രക്ചർ ആണ്. പ്ലാന്റ്സിന്റെ ആ ഓവറിക്കകത്തുള്ള പ്ലാസെന്റയിൽ ഒരു സ്റ്റാക്ക്, ഫ്യൂണിക്കിൾ എന്ന് പറയുന്ന സ്റ്റാക്ക് കൊണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്മോൾ സ്ട്രക്ചറിനെയാണ് ഒവ്യൂൾ എന്ന് പറയുന്നത്. അതായത് ഓവറിക്കകത്തുള്ള ആ പ്ലാസെന്റയിൽ ഒരു ഫ്യൂണിക്കിൾ വെച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഒവ്യൂൾസ് എന്ന് പറയുന്നത്. The body of the ovule fused with the funicle in the region called hilum. ഈ ഒവ്യൂളും ഫ്യൂണിക്കിളും കൂടി ഫ്യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. The body of the ovule, ഒവ്യൂളിന്റെ ബോഡി ഫ്യൂസ്ഡ് വിത്ത് ദ ഫ്യൂണിക്കിൾ, ഫ്യൂണിക്കിളുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുന്ന ആ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹൈലം എന്ന് പറയുന്നത്. ഹൈലം ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ ഫ്യൂണിക്കിൾ ആൻഡ് ഒവ്യൂൾ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഹൈലം ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ഒവ്യൂൾ. ഒവ്യൂളിനും ഫ്യൂണിക്കിളിനും ഇടയ്ക്കുള്ള ജംഗ്ഷനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുന്നത്. ഈച്ച് ഒവ്യൂൾ ഹാസ് 1 or 2 പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് കാൾഡ് ഇന്റഗുമെന്റ്സ്. ഓരോ ഒവ്യൂളിനും 1 അല്ലെങ്കിൽ 2 പ്രൊട്ടക്റ്റീവ് എലമെന്റ്സ് കാൾഡ് ആ എലമെന്റ്സ് കാണും. ആ എലമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റഗുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഒവ്യൂളിനും 1 അല്ലെങ്കിൽ 2 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ടായിരിക്കും. ആ പ്രൊട്ടക്റ്റീവ് എൻവലപ്സിനെയാണ് നമ്മൾ ഇന്റഗുമെന്റ്സ് എന്ന് പറയുന്നത്. Integument covered the ovule except an opening at the top called micropyle. ഈ ഇന്റഗുമെന്റ്, ഈ പ്രൊട്ടക്റ്റീവ് ലെയർ ഒവ്യൂളിനെ ഫുൾ ആയിട്ട് കവർ ചെയ്യും. പക്ഷെ ഒരു ചെറിയ ഒരു ഓപ്പണിങ്ങിൽ മാത്രം ഈ പ്രൊട്ടക്റ്റീവ് ലെയർ കവർ ചെയ്യില്ല. ആ ഓപ്പണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? മൈക്രോപൈൽ എന്ന് പറയുന്നത്. Integument covered the ovule except an opening at the top called micropyle. ഈ ഓവ്യൂൾസിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു പോർഷൻ ആയിട്ടുള്ള മൈക്രോപൈലിനെ ഒഴിച്ച് ബാക്കി ഭാഗം മൊത്തം കവർ ചെയ്യുന്ന ആ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റഗുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോപ്പ് ലെയറിൽ ഉള്ളതാണ് മൈക്രോപൈൽ. അപ്പൊ the opposite of the micropylar end എന്ന് വെച്ചാൽ ആ മൈക്രോപൈലുള്ള എൻഡിന്റെ ഓപ്പോസിറ്റിനെ നമ്മൾ എന്തെന്ന് പറയും? ഈസ് ദ ചലാസ. ചലാസ എന്നാണ് മൈക്രോപൈലാർ എൻഡിന്റെ ഓപ്പോസിറ്റിനെ വിളിക്കുന്നത്. റെപ്രസെന്റിങ് ദ ബേസൽ പാർട്ട് ഓഫ് ദ ഓവ്യൂൾ. അതായത് ടോപ്പ് ലെയറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബേസ് ലെയറിനെ നമ്മൾ എന്തെന്ന് പറയും? ചലാസ എന്ന് പറയും. അപ്പൊ ഇത്രയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് ദി ഫ്ലവർ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ആൻഡ്രീഷ്യം പഠിച്ചു, ഗൈനീഷ്യം പഠിച്ചു. അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് സ്ട്രക്ചേഴ്സും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മെഗാസ്പോറോജെനിസിസ് എന്താണെന്ന്, ഫീമെയിൽ ഗമേറ്റോഫൈറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ഒക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോഴത്തേക്കും താങ്ക് യു.